ഇന്ന് രാവിലെ പോയതിനു ശേഷം മുരളിയേട്ടൻ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. സാധാരണ അങ്ങനെ സംഭവിക്കാത്തതാ. നീ സമാധാനിക്കേ. അയാൾ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. അഥവാ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലും അതൊക്കെ കൈകാര്യം ചെയ്യാൻ മുരളിക്ക് നന്നായിട്ടറിയാം. അതെ, നീ ആ ഗീതയെ വിളിച്ച് പണിക്കര് വീട്ടിലുണ്ടോന്ന് ചോദിക്കേ. ഇനി ഗീത പറഞ്ഞിട്ട് ചിലപ്പോ അയാളെ തപ്പി ഇറങ്ങിയതാണെങ്കിലോ? ഞാൻ അതും ഗീതയോട് ചോദിച്ചതാ. BP ഏട്ടൻ വീട്ടിൽ തന്നെ ഉണ്ട്. ആള് പിന്നെ എവിടെ പോയതാവും? അന്വേഷിച്ചു പോവാനാണെങ്കിൽ ആരും ഇല്ലതാനും. അതാ ഒരു ടെൻഷൻ. എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ കാക്കാം. എന്നിട്ടും കണ്ടില്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേറ്റിലെ ദാമോദര സാറിനോട് വിവരം പറയാം. അങ്ങേരെ ആരെങ്കിലും വിട്ട് അന്വേഷിക്കാതിരിക്കില്ല. BP ഇപ്പൊ കിടക്കുന്നുണ്ടോ? എന്താ, താൻ ആ റൂമിലല്ലേ കിടക്കുന്നത്? ഞാൻ ഇവിടെയോ മുകളിലത്തെ റൂമിലോ കിടക്കാന്ന് കരുതി. എന്താ ഇപ്പൊ അങ്ങനെ ഒരു ഷിഫ്റ്റിന്റെ ആവശ്യം? ഒന്നുമില്ല, എന്റെ പ്രസൻസ് BPക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഗീത. ചില കാര്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കുന്നല്ലേ നല്ലത്. ഗീത, നമ്മൾ രണ്ടുപേരും വീണ്ടും വല്ലാതെ അകന്നു തുടങ്ങിയിരിക്കുന്നു അല്ലേ? വീണ്ടെന്ന് പറയുമ്പോ ആദ്യത്തത് VPക്ക് ഓർമ്മയുണ്ടെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതോ VP ആയിട്ട് അതിന് വീണ്ടും മുൻകൈ എടുക്കുന്നതാണോ? നോ ഗീത, ദിസ് ഇസ് നോട്ട് ഫെയർ. ഞാൻ എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താൻ അതിനെങ്ങനെ പരിഹസിച്ച് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. താനൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചാൽ തീരാവുന്നേ ഉള്ളൂ നമുക്കിടയിലെ ഈ പ്രശ്നങ്ങൾ. എന്താ, ശരിയല്ലേ? അങ്ങനെ VP കരുതുന്നുണ്ടോ? എങ്കിൽ പറ, ഞാൻ എങ്ങനെയാ മനസ്സ് വയ്ക്കേണ്ടതെന്ന്. ഞാൻ ഇനിയും അത് ഗീതയ്ക്ക് മുന്നിൽ വ്യക്തമാക്കണം എന്നാണോ? സോറി, അതിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവൻ സംരക്ഷിക്കാനാണ് താൻ എന്നിൽ നിന്ന് എൻ്റെ പാസ്റ്റ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അതൊരു വെറും പറച്ചിലല്ല VP, അതാണ് സത്യം. VP ഇപ്പോഴും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അന്വേഷിച്ച് സത്യം കണ്ടെത്താൻ നടക്കുന്നതിനിടയിൽ ആ ഒരു വസ്തുത മറന്നു പോയത്. എനിക്കറിയാം ഗീത, ഏത് നിമിഷവും നിലച്ചു പോയേക്കാവുന്ന ഒരു ഹൃദയം കൊണ്ടാണ് എൻ്റെ യാത്ര. ഒരർത്ഥത്തിൽ എല്ലാവരുടെയും അവസ്ഥ അത് അങ്ങനെ തന്നെയാണല്ലോ. അത് ഞാനും നിഷേധിക്കുന്നില്ല. പക്ഷേ 2 തവണ അപായ സൂചന തന്ന സ്ഥിതിക്ക് VPക്ക് സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും കുറച്ചുകൂടി ഉത്തരവാദിത്വം ആവാം. നോക്ക് ഗീത, തർക്കിക്കാനാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ രാത്രിയും തുടർന്ന് വരുന്ന പകലും നമുക്ക് തർക്കിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞ അതുകൊണ്ട് എൻ്റെ ജീവന് ഒരു ഭീഷണി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാ. അതെന്തായാലും എത്ര ഭീകരമാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ മാനസികമായിട്ട് ഞാൻ പ്രിപ്പയർഡാണ്. താനത് തുറന്നു പറയാതിരിക്കുമ്പോഴാണ് എൻ്റെ ഭയവും ആശങ്കയൊക്കെ വർദ്ധിക്കുന്നത്. സോ പ്ലീസ് ഗീത, നമുക്ക് ഈ മത്സരം ഒഴിവാക്കാം. എന്തായിരുന്നു, എവിടെയായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിന് താളം തെറ്റിയത്? അപ്പൂന് അതിലെന്തായിരുന്നു റോൾ? പറയൂ ഗീത, തന്നിൽ നിന്ന് തന്നെ എനിക്കത് അറിയണം. എന്താ ഗീത, ഇനിയെങ്കിലും താൻ അതിന് തയ്യാറാവില്ലേ? അപ്പൂന് ഞാൻ അറിയാൻ പാടില്ലാത്തതായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അവൾ ആരെങ്കിലുമായിട്ട്, ഐ മീൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലുമായിട്ട്? നോ, BP വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് അപ്പൂന് ആരുമായിട്ടും ഇല്ല. പിന്നെ എന്താണ് അവളുടെ ഇഷ്യൂ? പറയൂ ഗീത. BP, അപ്പൂനൊരു ഇഷ്യൂ ഉണ്ട്. അത് VP വിചാരിക്കുന്നത് പോലെ ഒരു പ്രണയബന്ധമോ മറ്റൊരാളുമായി കണക്റ്റഡോ ഒന്നുമല്ല.
അത് അപ്പുവിനെ മാത്രം സംബന്ധിക്കുന്നൊരു ഇഷ്യൂവാ. എന്താ അത്? ഞാനത് പറയാം, പക്ഷെ ഇപ്പോഴല്ല. എനിക്കത് വി പിയോട് തുറന്നു പറയാൻ കുറച്ചുകൂടെ സമയം വേണം. അതുവരെ വി പി ഒന്ന് ക്ഷമിക്കുക. പിന്നെ നേരെ ഇത്രയായിട്ട് മുരളിയെ കണ്ടില്ലല്ലോ മോളെ. ഞാൻ ഏതായാലും നമ്മുടെ അസോസിയേഷനിൽ ദാമോദര സാറിനെ ഒന്ന് വിളിക്കട്ടെ. അയാൾ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല. വേണ്ടമ്മേ, ഞാൻ നമ്മുടെ ഓഫീസിലെ മാനേജർ സാബുവിനെ വിളിച്ചിട്ടുണ്ട്. സാബു അന്വേഷിക്കാന്നാ പറഞ്ഞത്. അവിടുന്ന് എന്തെങ്കിലും മറുപടി കിട്ടിയിട്ട് നമുക്ക് ദാമോദരൻ സാറിനെ വിളിക്കാം. ആ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ, അയ്യോ മുരളിയല്ലേ അത്? അയ്യോ മുരളിയേട്ടാ, എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല. മുരളിക്ക് ഒരു കുഴപ്പമില്ല. മിസ്റ്റർ മുരളി ഓക്കെ അല്ലേ? അതെ സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ മുരളിയേട്ടാ, എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നൊക്കെ മുരളി വിശദമായിട്ട് പറയും. മകളെ ശല്യം ചെയ്ത ക്രിമിനലിനോട് ഇനി അത് ആവർത്തിക്കരുതെന്ന് പറയാൻ ചെന്നപ്പോ അയാളും അയാളുടെ കൂട്ടുകാരനും കൂടി ചെറുതായിട്ടൊന്ന് പെരുമാറി. അയ്യോ, അതുമാത്രമല്ല, അവന്മാര് ആതിര എന്നൊരു ട്രാൻസ് വുമണിനെ ആക്രമിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ആ സമയത്ത് മുരളി അവരെ തിരക്കി അവിടെ ചെന്നത്. അതുകൊണ്ട് ആ കുട്ടിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. മുരളിയേട്ടാ, അവര് വല്ലാതെ ഉപദ്രവിച്ചോ? അശ്വതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ അഡ്വക്കേറ്റ് നന്ദനും സാറും ഒക്കെ ആ സ്ഥലത്തെത്തി. അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റി. എന്നിട്ടാ വൃത്തികെട്ടവന്മാരെ പിടിച്ചോ സാറേ? ഇല്ല, അവന്മാർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ എവിടെ മുങ്ങിയാലും അവന്മാരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും, ഈ രാത്രി തന്നെ. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. പിന്നിൽ നിന്നായിരുന്നു ആക്രമണം. അയ്യോ, പുറംതലയിൽ ചെറിയൊരു ചതവ് പറ്റിയിട്ടുണ്ട്. എന്നുവെച്ച് പേടിക്കാനൊന്നുമില്ല കേട്ടോ, പൊട്ടലൊന്നുമില്ല. ഇന്നവിടെ കിടക്കാന്ന് പറഞ്ഞപ്പോ മുരളി തന്നെയാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പ്രശ്നത്തിനൊന്നും പോവരുതെന്ന്. അതുകൊണ്ട് ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ അശ്വതി. മാത്രമല്ല, ഞാനവിടെ ചെന്നതുകൊണ്ട് നന്ദന്റെ പെങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലേ? അതെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യം കഷ്ടാവുമായിരുന്നു. ഏതായാലും നിങ്ങൾ മുരളിയെ കൊണ്ട് കിടത്ത്. 2 ദിവസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അനിയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ടാ നന്ദൻ വരാത്തെന്ന് മുരളിയോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് സാരമില്ല, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാർ. ഏയ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ആളല്പം പാനിക്കായിട്ടുണ്ട്. അതുകൊണ്ടാ നന്ദൻ തന്നെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. മുരളിയുടെ കാറ് ഞങ്ങളിവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ വണ്ടി ഇങ്ങെത്തും കേട്ടോ. ശരി സാർ. ശരി, എന്നാ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ ഇറങ്ങട്ടെ. വലിയ ഉപകാരം സാർ. താങ്ക്സ് പറയണ്ടേ ഞങ്ങളല്ലേ. മിസ്റ്റർ മുരളി തക്ക സമയത്ത് അവിടെ എത്തിയത് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയെങ്കിലും അവസാനിച്ചത്. നാളെയോ മറ്റന്നാളോ ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അവന്മാരൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. വരാം സാർ, എപ്പോ വേണേലും വരാം. ശരി, ഇപ്പോൾ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കയറിക്കും. വല്ലാതെ വേദനിക്കുന്നുണ്ടോ മുരളി? ഏയ് ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്ന് മയങ്ങി എഴുന്നേക്കുമ്പോൾ ഈ വേദനയൊക്കെ മാറും. പൊട്ടല് വല്ലതും ഉണ്ടോ മോനെ? ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ വെച്ച് എക്സ്റേ സ്കാനിങ് ഒക്കെ കഴിഞ്ഞതാ. മസ്കിളിനൽപ്പം സ്ട്രെച്ച് ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. മുരളിയേട്ടൻ വാ, അധികം സംസാരിക്കണ്ട. കുറച്ചു നേരം കിടക്കാൻ നോക്ക്. അതെ അതെ, എന്നാ ഞാനേ അല്പം വെള്ളം ചൂടാക്കാം. ഒന്ന് മുക്കിപ്പിടിഞ്ഞ് ആവി പിടിക്കുന്നത് നല്ലതാ. ആ, ഒന്നും വേണ്ടമ്മേ, ഐസ് ബാഗ് വെക്കാൻ പറഞ്ഞു, പുറന്തലയിലും കഴുത്തിലും. എനിക്കൊന്ന് കിടന്നാ മതി, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. വാ. മോളെ ആതിരെ,
മോളെ ഒന്ന് എഴുന്നേൽക്ക് മോളെ. ഇന്ന് രാവിലെ എന്തോ കഴിച്ചതല്ലേ? അതിനുശേഷം ഒന്നും കഴിച്ചില്ലല്ലോ. മോൾ ഈ കഞ്ഞിയൊന്ന് കുടിച്ചേ. വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ? ഇപ്പൊ തന്നെ നല്ല ക്ഷീണമുണ്ട് നിനക്ക്. ഇത്തിരി കഞ്ഞി വെള്ളെങ്കിലും കുടിക്ക്. എന്താന്നുള്ള ആതിരൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, അവൾക്കിപ്പോഴും ആ പേടി മാറിയിട്ടില്ല നന്ദേട്ട. അതുകൊണ്ട് എങ്ങനെ? ഇതാ ഞാൻ കൊടുക്കാം. ആതിര എഴുന്നേക്ക് മോളെ. ഏട്ടനല്ലേ വിളിക്കുന്നേ? വന്നേ പറയട്ടെ, എഴുന്നേക്ക്. അയ്യേ, നീ ഇങ്ങനെ വിഷമിക്ക. നാണക്കേട്. നോക്ക്, ഏട്ടൻ്റെ മിടിക്ക് കുട്ടിയല്ലേ നീ. അതിനുവേണ്ടി ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ മോളെ. എനിക്ക് പേടിയാവുന്ന ഏട്ടാ. പേടിയോ? എന്തിന്? ഇവിടെ വന്നതിൽ പിന്നെ എപ്പോഴും ഇതേ പറച്ചില്ല. ആ ദുഷ്ടന്മാർ ഇവിടെ വരുമെന്നോ ഈ പാവത്തിന്റെ പേടി. അവന്മാരോ? ഇവിടെയോ? കൊള്ളാം, നല്ല കഥയായി. അതിന് ഇതിനകം തന്നെ പോലീസ് അവരെ തപ്പിയെടുത്തിട്ടുണ്ടാവും. ഇനി എവിടെ പോയി ഒളിച്ചാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മാളുവിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതിനും നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനും എല്ലാം കൂടെ ചേർത്ത് കുറഞ്ഞത് ഒരു 6-7 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട് രണ്ടിന്റെ പേരിൽ. നീ നോക്കിക്കോ, അവന്മാരെ ഏട്ടൻ വെറുതെ വിടാൻ പോകുന്നില്ല. ദാ മോളിത് കുടിച്ചേ, ഏട്ടനല്ലേ തരുന്നത്. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലേ എനിക്കത് വിഷമാവും. ദാ കുടിച്ചേ. മതി ഏട്ടാ, എനിക്ക് മതി. നോക്കുമോളെ, എന്തു പറഞ്ഞാൽ നിന്നെ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മോളെപ്പോഴും ഓർക്കണം, ഇതിലും എത്രയോ വേദനയും അപമാനവും ഒക്കെ സഹിച്ചാണ് നീ ഇവിടം വരെ എത്തിയത്. ഇതിലും ചെറിയ പ്രായത്തിൽ ഇതിലപ്പുറം സഹിച്ചവളല്ല നീ. നീ ഇങ്ങനെ തളരാൻ പാടില്ല മോളെ. നമ്മൾ തളർന്നു എന്ന് കണ്ടാ അത് നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്നവരുടെ വിജയമാണ്. ഈ കേസിൽ എന്നേക്കാൾ വീറോടും വാശിയോടും വേണം കോടതിയിൽ ആ ദ്രോഹികളെ നേരിടാൻ. അതിനുള്ള എല്ലാ സപ്പോർട്ടും നിന്റെ ഏട്ടൻ ചെയ്തിരിക്കും. ഇനി ഒരിക്കലും ഒരു പെണ്ണിന്റെ നേരെയും അവരുടെ കൈ പൊങ്ങാത്ത വിധം നമ്മൾ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. നിന്റെ ഏട്ടനല്ലേ വാക്ക് പറയുന്നേ? നിനക്ക് വിശ്വാസമില്ലേ നിന്റെ ഏട്ടനെ? ഏട്ടാ, നീ വിഷമിക്കാതെ. കഞ്ഞി കൊടുക്ക. കുടിക്ക്. നന്ദേട്ടാ, നന്ദേട്ടന് കഴിക്കാൻ എടുക്കട്ടെ? വേണ്ടെന്നുള്ള, എനിക്ക് തീരെ വിശപ്പില്ല. നല്ല കഴിച്ചിട്ട് കിടന്നു. എനിക്കൊന്നും വേണ്ട നന്ദേട്ടാ. അവളുടെ ഈ കിടപ്പ് കാണുമ്പോ എങ്ങനെയാ കഴിക്കുക? അവൾക്ക് നന്നായിട്ട് പേടി തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരായാലും ഭയന്നു പോവില്ലേ? ഇനി പതുക്കെ ആ ഷോക്കിൽ നിന്ന് അവള് പുറത്തു വരും. നമുക്ക് അവളെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാലോ നന്ദേട്ടാ? നല്ലൊരു കൗൺസിലിംഗ് കിട്ടിയാ അവൾക്കത് ഗുണം ചെയ്യും. ഞാനും അങ്ങനെ വിചാരിക്കുന്നേ. വരട്ടെ, ഏതായാലും 2 ദിവസം നമുക്ക് നോക്കാം. കൗൺസിലിംഗ് വേണോ വേണ്ടയോ എന്ന് എന്നിട്ട് തീരുമാനിക്കാം. അവർക്കെതിരെ കേസ് കൊടുക്കുന്ന നന്ദേട്ട സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ, അതോ ആതിരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ? ഏയ്, അത് ഞാൻ വെറുതെ പറഞ്ഞല്ല. കംപ്ലൈന്റ് ഓൾറെഡി ഞാൻ മെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ കേസിനൊക്കെ പോയാ ഇത് വലിയ വാർത്തയും ഒച്ചപ്പാടും ഒക്കെ ആവില്ലേ? പത്രത്തിലും ചാനലിലൊക്കെ വന്ന അതിന്റെ നാണക്കേട് നന്ദേട്ടനും കൂടി ആവില്ലേ? നാണക്കേടോ? എന്ത് നാണക്കേട്? സ്വന്തം അനിയത്തിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ദ്രോഹികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനും ഏതറ്റം വരെയും ഞാൻ പോകും. അതിലെനിക്ക് ഒരു നാണക്കേടും തോന്നില്ല. അങ്ങനെയുള്ള മനോഭാവമാണ് ഇവന്മാരെ പോലുള്ള വിഷവിത്തുകളെ വളരാൻ ഇടയാക്കുന്നത്.
നന്ദേട്ടന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദേട്ടൻ പറഞ്ഞത് തന്നെയാ ശരി. ഈ ധൈര്യം ഞാനും കാണിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇതിനു മുന്നേ രക്ഷപ്പെട്ടേനെ. ഇനിയും വൈകിട്ടില്ലെന്നല്ല. ആണിന്റെ കൈക്കരുത്തിന് മുന്നിൽ ഉരുകിയും എരിഞ്ഞും തീരാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതം എന്നുള്ള ചിന്തയാണ് നമ്മുടെ നാടിന്റെ ശാപം. അവൾക്ക് നിയമം നൽകുന്ന സംരക്ഷണത്തെ പറ്റി, അതിന്റെ സാധ്യതകളെ പറ്റി ആരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കില്ല. പെണ്ണത് മനസ്സിലാക്കിയ പിന്നെ ഇതുപോലുള്ള താന്തോന്നികളൊക്കെ ആയുഷ് കാലം അഴിയെണ്ണി കിടക്കേണ്ടി വരും. ഇവന്മാരുടെ ഗതിനെ അതാ. ഞാനേ സിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മിക്കവാറും ഇതിനകം തന്നെ അറസ്റ്റ് നടന്നിട്ടുണ്ടാവും. മുരളിയേട്ടാ, എന്താ ഈ ആലോചിക്കുന്നേ? ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഹേയ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലടോ. തലയ്ക്ക് ആകെ ഒരു മരവിപ്പ്, അതേ ഉള്ളൂ. എന്നിട്ടാണോ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത്? 2 ദിവസം പൂർണ്ണമായും വിശ്രമം വേണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കിടക്ക്. വേണ്ട അശ്വതി, കുറച്ചു നേരം ഞാനിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. മരവിപ്പെന്ന് പറഞ്ഞത് ശരീരത്തിന്റെ കാര്യത്തിലല്ല. മക്കളുടെ പ്രായമുള്ള 2 വ്യക്തികൾക്ക് എങ്ങനെയാണോ ഇങ്ങനെ ക്രൂരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത്? ഞാൻ അതേക്കുറിച്ചാണ് അന്നേരം മുതൽ ചിന്തിക്കുന്നത്. ഞാനും അതേപ്പറ്റി തന്നെ മുരളിയേട്ട ആലോചിക്കുന്നത്. മാളുവിനേക്കാളേറിയ എത്ര വയസ്സ് കാണും ആ അരുണിന്? 2ഓ 3ഓ? മുരളിയേട്ടൻ പറഞ്ഞതുപോലെ മക്കളുടെ പ്രായമുള്ളൂ. എന്നിട്ടും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ, അതും അങ്ങനൊരു കുട്ടിയോട്. വെറുതെ അല്ല വീട്ടുകാരെ തല്ലി പുറത്താക്കിയത്. ആയുസിൽ ഇനി നന്നാവില്ലെന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ അതേപ്പറ്റിയല്ല അശ്വതി ആലോചിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാ ഒരാളെ തല്ലാനും കൊല്ലാനും ആ പയ്യനും അവന്റെ സുഹൃത്തും അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാളുവിന്റെ പ്രപ്പോസലുമായിട്ട് വന്നപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന ആ തേജസ്. പക്ഷെ ഇന്ന് ഞാൻ അരുണുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ക ക്രിമിനലിന്റെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു അയാൾക്ക്. അതിലിപ്പോ അതിശയപ്പെടാൻ എന്താ? അങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തിയെടുക്കുന്ന ലഹരി വസ്തുക്കളായിരിക്കും ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊന്നും അറിയാനോ അന്വേഷിക്കാനുള്ള നേരവും ഇല്ലല്ലോ. അവരിതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും പിന്നെ ഒരിക്കലും നന്നാക്കിയെടുക്കാൻ പറ്റാത്ത വിധം ഇവരുടെയൊക്കെ ജീവിതം വഴിതെറ്റി പോവുകയും ചെയ്യും. ആ ഇൻസ്പെക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇനി അവർക്കൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ആ കുട്ടിക്ക് കുഴപ്പമൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. പാവം, ഗീതേച്ചും ടീച്ചറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആ വക്കീല് പെങ്ങളെ നോക്കുന്നത്. ഒരുപക്ഷെ അയാളുടെ പ്രാർത്ഥന കൊണ്ടാവും കൂടുതൽ കുഴപ്പമൊന്നും സംഭവിക്കാത്തതും. ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കേസ് തേച്ചു മായ്ച്ചു കളയാനൊരു ശ്രമം ഉണ്ടാവും. പക്ഷെ നന്ദൻ അതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. നമ്മളും അതിന് വഴങ്ങരുത് മുരളിയേട്ടാ. ആ പയ്യൻ ഇത്രയും വൃത്തിയായിട്ടൊരു ക്രിമിനലായ സ്ഥിതിക്ക് അവൻ പുറത്തു വന്നാ ഇനിയും നമ്മളുടെ മോളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനുള്ളൊരു അവസരം നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കണം. ഞാൻ പറയുന്നത് മാളുവിനെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കണം എന്നാ. വരട്ടെ, ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കാൻ വരട്ടെ. നമുക്ക് ജോബിനുമായിട്ടൊന്ന് ആലോചിക്കണം, എന്നിട്ട് മതി. എന്താ മുരളിയേട്ടാ, വേദനയുണ്ടോ? ചെറിയൊരു പെയിൻ പോലെ. എന്നാ കിടക്ക്. എന്താ